ഹലോ, ഇന്ന് നമുക്കൊരു നാടൻ കോഴിക്കറി തയ്യാറാക്കിയാൽ. അതിനായി ഉരുളി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 5-6 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ബൗൾ കൊച്ചുള്ളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇതിലേക്ക് ഇനി കോഴി കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നാടൻ കോഴി 1.5 കിലോ കോഴിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം കോഴിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് കോഴി കഷ്ണങ്ങളെ സൈഡിലേക്ക് മാറ്റി നമുക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. 4 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് തിളന്നതിന് ശേഷം ഇതിലേക്ക് പെരുംജീരകപ്പൊടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. 1.5 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറന്നു പോകരുത്. നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല നാടൻ കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.